അങ്ങനെ അവസാനം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടാബ് വാങ്ങി. ഇപ്പോൾ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നിനക്ക് എന്നാ എടി അവിടെ മിണ്ടായിരടി, അവൾക്ക് തന്നെ കണ്ണ് കണ്ടൂടെ? ഉറപ്പാടി നിങ്ങൾക്ക് ചുമ്മാ ഡെയിലി ഒരുങ്ങി. ഡെയിലി ഒരുങ്ങി ഡ്രസ്സ് കുഴപ്പമില്ലല്ലോ അല്ലേ? എന്തെങ്കിലും കുഴപ്പമില്ല. ഷാമ്പൂ വെച്ചോ? ശമ്പളം പറഞ്ഞാല് കുളത്തിനുള്ള പരിപാടിയാണ്, പക്ഷെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോയതേ ഇന്നിപ്പം മഴയൊന്നുമില്ല, വെയില. ചോദിക്കാൻ സാമ്പാറുണ്ട്. ചോറ് തരട്ടെ? ഒന്നും എടുക്കത്തില്ലെന്ന് തോന്നുന്നു. എടുക്കുന്നില്ല. അപ്പടെ ഫോൺ വിളിക്കേ. അപ്പൊ അപ്പടെ ഫോൺ വിളി പറ. അപ്പൊ ഫോൺ എടുക്കും. എനിക്ക് വേണ്ട. അപ്പൊ ഇത്രയല്ല അപ്പ വിളിച്ചിട്ട് ഫോണേ വിളി. ഈ ഫോണിൽ അങ്ങനെ വിളിക്കാനോ?
വെടിക്കള വേണ്ട സാധാ കൂടെ അല്ല അതെ ജേമേ എത്തിയോ നോക്കാൻ കേട്ടോ ആ അപ്പൊ കാശും വിളിക്കേ അത് മതിയോ അത് അല്ല ജേമേ വന്നു അല്ല ജേമ എത്തിയോ നോക്കാം അപ്പ വിളിക്കണ സെക്കത്ത് ജേമ എത്തിയോ അപ്പ അതെ നാരായണി ഇപ്പൊ സ്കൂളിൽ പോയെന്ന് പറഞ്ഞാലും പറ അത് മതിയോ പക്ഷെ സ്കൂളിൽ പോയി വരണേ അപ്പൊ എത്ര രൂപ അപ്പൊ സാധാക്കോട് വിളിക്കാനാണോ ഇത് എന്റെ പാത്രമോ ഇത് ആടെ പാത്ര ഇത് ആമസോണോ എഗും തരുമോ ചോറുകറി വത്തക്കറി പാലും കൊല്ലക്കറി വിളിക്കലേ എടുക്കുന്നില്ല വിളിക്ക് അപ്പഴ സാധാ കൂടെ വിളിക്കേ സാധാ കോള പിന്നെ വിളിക്കുന്നില്ലേ വിളിക്കുന്നില്ലപ്പ അങ്ങനെ അങ്ങനെ സംസാരിക്കണ ഇത് ബെല്ലടിക്കണ്ടേ വിളിക്കുവോ അപ്പൊ ജയമനെ വിളിച്ചു നോക്കുവോ അത് മതിയോ എന്നാ ദേശാച്ചയുടെ ഡേ ഉണ്ട് ദേശാച്ചിക്ക് വിളിക്കേ ഡ്യൂട്ടി അയക്കേ ഹലോ ആഹാ അമ്മ എവിടെയാ നാരായണി വന്നില്ല സ്കൂളിൽ പോയി ജയമ വന്നോ ജയമ വന്നില്ല ജയമ ഏതാരും പോയി അപ്പൊ എന്തിനാണ് പപ്പായ കാണാന് ലേച്ചാച്ചി വിളിക്കുന്നുണ്ടോ ഹലോ അപ്പേ എടുക്കുന്നില്ല ഞാൻ ലേച്ചാച്ചിനെ വിളിച്ചു നോക്കാം കേട്ടോ ഫോൺ നോക്കണേ എനിക്ക് എന്നെ കാണത്തില്ല അന്നേരം നീ ആ ഫോൺ എടുത്ത് എന്നെ കാണിക്കുക കട്ട് ചെയ്തില്ലേ നമ്മളാ വിട്ടുപോയെന്ന് തോന്നുന്നു കട്ട് ചെയ്തിട്ട് നീ ഇതെ പിടിച്ചായിരുന്നല്ലേ ഫ്ലൈറ്റ് മോഡായല്ലോ നമ്മള് ഫോൺ എടുക്കല്ലെന്ന് ഞാൻ പറഞ്ഞാണോ അപ്പൊ അവിടെ പറ്റിങ്ങനെ സംസാരിച്ചതായി ഹലോ എന്നാ പറ്റിയാ ഫോൺ എന്നാ വെച്ചോ ഓർഡർ ചെയ്തിട്ടോ അമ്മ എപ്പോഴും വിളിച്ചേ ഫോണെന്നാ കഴിച്ചു ദോശയും അല്ല ദോശയും സാമ്പാറും ചോറുമില്ല ഞാൻ ചോറ് ഹലോ അപ്പൻ മോനും മാത്രമേ ഉള്ളൂ അവിടെ അതെ ജയമ എന്താണെങ്കിലും പപ്പയെ കാണാൻ പോകും നാളെ ഞാൻ ചായ കുടിച്ചില്ല കുടിക്കണം ചേച്ചി വന്നില്ല നാളെ ഞാൻ ചോറുണ്ട് ചേച്ചി പാലും കൊണ്ട് വരുമ്പോ ചായ എടുക്കണം അക്രമൻ എന്നോട് പിന്നെ എന്നാ ഇന്നലെ വിളിക്കാൻ ഞാൻ അമ്മേ അമ്മയ്ക്ക് ഇടയ്ക്ക് ഫോണ് കയറും അത് ഗോഫാട് നാഫും കൂടി വിളിച്ചു അതുകൊണ്ടാ
ക്ലാസ്റൂമിനെ വിളിച്ചു അതുകൊണ്ടാണ്. ഡാൻസ് ഫോണിലോ? ആ അമ്മ ഡാൻസ് ഫോണെ വിളിച്ചായിരുന്നല്ലോ, എന്നിട്ട് കിട്ടിയില്ലല്ലോ. ആ, അത് ചുമ്മാ ചേച്ചി ഞാൻ ചേച്ചിനെ തിരക്കാൻ പറയാം. അത് മതി. ചക്കര കിടന്ന് ഉറങ്ങാൻ പറ്റായിരുന്നു അമ്മ പോയപ്പോ. ഓ ഇല്ലേ ഞാൻ ചുമ്മാ ഓ ഉണ്ട്. അതിനാ? ഓ തന്നെ. ഓ സാരിയില്ല, അത് ഞാൻ ചായ കുടിച്ചു. ചായ വിട്ടോ? ഇല്ല കാപ്പി കുടിച്ചു. കാപ്പി. മോനെ ആ അമ്മ രാവിലെ ഒറ്റയ്ക്കുമ്പോ വരും കേട്ടോ. വേണ്ടതോ ചേച്ചിയോട് പറയാൻ പറ്റട്ടെ? കൂട്ടി വന്നാ ചേച്ചി വന്നോ? ചേച്ചി ജോലിക്ക് അമ്മ റൂമിനകത്ത് ഇവിടെ ചേച്ചിയുടെ മറ്റേ ജോലിക്ക് പോയി. ഒന്ന് കൊടുക്കുവോ? സംസാരിക്കട്ടെ. ഇല്ല, അയ്യോ അങ്ങോട്ട് വിളിച്ചേ. ചേച്ചി അങ്ങോട്ട് വിളിക്കേ. ഇവ ശരി ബൈ. ചേച്ചി അല്ല ഉമ്മ പറഞ്ഞതാ. ഉമ്മ ചക്കര പോട്ടെ. ഉമ്മ വരുവോ? ശ്യാമളമ്മ എന്ത് ജയമ എന്ത് വന്നില്ല? നാളെ വരും കേട്ടോ. ആ ഇന്ന് വരാൻ കഴിഞ്ഞ പിന്നെ ഒരു മനുഷ്യൻ നാളെ വരാൻ കേട്ടോ മക്കളെ. പൊന്നെ ഏ? പൊന്നെ ആ കണ്ടേ ബൈ. ഉമ്മ നാളെ വരും കേട്ടോ. ശരി ശരി ശരി. ചേച്ചിയോട് വിളിക്കാൻ പറയാം. രഞ്ജിത്തിനെ വിളിക്കേ. ബൈ. ബൈ. അമ്മ കട്ട് ചെയ്തോ? കട്ട് ചെയ്തോളാം. അപ്പൊ ശ്യാമളമ്മ പറഞ്ഞു ചേച്ചാച്ചിനെ വിളിക്കാന്. ഓക്കെ ഗൂഗിൾ കോൾ ജയചാച്ചി. Sorry, who do you want to call? അപ്പൊ ജയൻ ജയചാച്ചി. Sorry, who do you want to അതെ call? അതല്ല അതെ നമുക്ക് ചായ തേയില നല്ല ചായ ഉണ്ടാക്കാലോ. രാമളമ്മ വിളിച്ചു. അപ്പച്ചി പാചകത്തില്ലേ? കളറിക്ക് ഏത് വന്നിട്ട് ഇതാണോ നീ കാറ്റില്ലെന്ന് പറഞ്ഞാൽ? അമ്മ പറ ഇത് എവിടെ പോയതാന്ന? എവിടെ പോയാടി? നിനക്കറിയാലോ, നീ പറ. ഓ പുതിയ ക്ലിപ്പ് മേടിച്ചു, അത് കാണിക്കാനാണ് ഈ മുടി ഇട്ട് ആട്ടുന്നത് അല്ലേ? മനസ്സിലായി. ഇത്ര വളർന്ന പഴയ സ്വഭാവം മാറത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? ചൊട്ടയിലെ ശീല തൊടുള്ളവര് അതൊക്കെ ഇട്ട് തട്ടുന്നു. ദോശയൊക്കെ കഴിക്കാൻ ഇപ്പൊ ആള് വരും. ബർത്ത്ഡേക്ക് പാവം ചാച്ചാച്ചി ഇല്ലെങ്കിൽ തന്നെ ദേവി ചേച്ചി വരും. ആണോ? പിന്നെ അവള് ചേച്ചി വരുമല്ലോ. ദേവി അവളോട് ശനിയാഴ്ച വരും നല്ല പറഞ്ഞത്. എല്ലാവരും പറഞ്ഞായിരുന്നു. നമ്മള് അവൾക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ശകലം നെയ്യൊക്കെ ഉണ്ട് വേണം, അത്ര സെറ്റപ്പ് ഇറച്ചിയല്ല. അല്ലെങ്കിൽ ഇതുപോലെ നല്ല പൈസ കിട്ടുന്ന ഒരു ശകലം പോലും നെയ്യ് വരത്തില്ല. ഇപ്പം നെയ്ച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി മാത്രമല്ല ചേച്ചി വരുമോ? അപ്പേ ചേച്ചി വരുമെന്നൊക്കെ പറഞ്ഞു. കഴിച്ചോളൂ. അത് അത്രേ ഉള്ളൂ. ഹായ്
എന്തിയാടാ ടി വി? നാളെ രാവിലെ കൊണ്ടുവരാം. രാവിലെ അല്ല, ഞാൻ രാവിലെ കൊണ്ടുവരും. ഉച്ചയാകുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരും. അപ്പൊ ജയിച്ചാച്ചി എന്താ ഇപ്പൊ? ജയമ വന്നിട്ട് ഇതുവരെ? ഇല്ല വൈകിട്ടേ വരത്തുള്ളൂ. എത്ര മണിക്ക്? അതിനെ എത്ര മണിക്കാണ്? വിളിച്ച് നോക്കട്ടെ. എന്താടി? ആ പറയും. നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് ഫ്രൈ ആണ്, ഇത് കറി. അത് കുറച്ച് സെറ്റാകാനുണ്ട്. ഇത് ദോശ. ഇത് ദോശ. ആ ശാമ്പൂക്കുള്ള ദോശ ഇങ്ങനത്തെ. സംഭവിക്കോ? എൻ്റെ അപ്പം വന്നു. അപ്പം വന്നല്ലോ. ഉച്ച കേൾക്കുന്നു. അല്ല, ചെറിയ ചേട്ടനാ. ആ കറണ്ട് ഇതല്ലല്ലേ, ഇതിൽ കൂടുതൽ എങ്ങനെയാ? ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ചാർജ് ഇല്ലെന്ന് വെച്ചാൽ അവിടെ കുത്തിയിടായിരുന്നല്ലോ. പോയതറിഞ്ഞില്ല. ആര് പോയതറിഞ്ഞില്ല? ആ അത് ശരി. ഞാനിത് പോരുന്നില്ലല്ലോ, തീരുന്നല്ലേ. അപ്പം പിന്നെ കുത്തിയിടാകുന്ന കൊണ്ടിരുന്നപ്പോഴത്തേനും ജാച്ചാച്ചൻ ഉള്ളതുകൊണ്ട് ശമ്പളം വന്നല്ലേ, വരത്തില്ലായിരുന്നു. കേട്ടോടി, ജയച്ചാച്ചൻ ഉള്ളതുകൊണ്ട് ശ്യാമളമ്മ എന്തേ വന്ന്. ശ്യാമളമ്മ ഇന്ന് വരത്തില്ലെന്നല്ലേ പറഞ്ഞേ? എന്റെ പുറകെ ഓടി വന്നു. ഓ അല്ല, ജയച്ചാച്ചന്റെ പുറകെ ശ്യാമളമ്മ ഓടി വന്നതല്ല. അപ്പൊ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ചേഞ്ചുകളൊക്കെ വെക്കുക. എന്തോ എന്ത് ഇവിടെ ഇന്ന് സാധനം ഇരിക്കാനുള്ള അതിന് അത് അവിടെയാക്കെ അതേ ചക്കറ്റം വന്നിട്ട് ഏറ്റവും പറഞ്ഞു കിട്ടും. എന്റെ പുറകെ ഞങ്ങളുടെ കാര്യമൊക്കെ ഡീസൻ്റാ. നമ്മളത് എല്ലാം ഓക്കെ. ഒരു ബസ്സൊക്കെ കയറിയുന്നു. ആര്? ഓ അപ്പൊ ശ്യാമളമ്മ എവിടെ പോയായിരുന്നു? ജയച്ചാച്ചന്റെ അടുത്ത് അല്ലായിരുന്നു? ജയച്ചാച്ചനോ രണ്ടായിട്ടാണോ ഇറങ്ങിപ്പോന്നത്? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാം. ഇവരെങ്ങനെ രണ്ട് ബസ്സിൽ വന്നേ? രണ്ട് ബസ്സിൽ വന്നേ? പിന്നെ ചേച്ചൻ പുറകെ വരുന്നുണ്ട്, ഞാൻ അറിഞ്ഞു. തട്ടിക്കൂട്ട് സാധനമായിട്ട് വരുന്നുണ്ട്. തട്ടുകൂടില്ല, പിള്ളേർക്കുള്ളത്. 10 പൊതിച്ചിലൊക്കെ ഉണ്ട്. ഇനി അവത്തെ കൊണ്ട് ഇടിക്കണം. ഇടിക്കണ്ടാണോന്ന് കാണിച്ച് ശാലം തന്നെ നോക്കട്ടെ. ഇടിക്കണ്ട, തല്ലി പൊട്ടി ചുറ്റി എടുക്കണേ.
മറ്റേ ഈ കൊച്ചിനും പിന്നെ അതൊക്കെ കഴിക്കാൻ പറ്റില്ലാത്തോണ്ട് മാത്രം അങ്ങ് എടുക്കാൻ ഒക്കെ ചേച്ചാൻ എടുത്തോളൂ. നീ ഇതേ അവരുടെ അടുത്ത് നിന്നോ. ഇതേ അമ്മച്ചി എടുത്തു തരാം. അമ്മച്ചി ഇടിച്ചു തരാം കേട്ടോ. ഇടിച്ചു പൊട്ടിച്ചു തരാവേ. സോ എനിക്ക് ഇതിൽ പറയാനുള്ളതിൽ ഒരുപാട് കിട്ടുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ കീബോർഡിന് 5000 രൂപയാണ്. ആ കീബോർഡ് വെച്ച് നമുക്ക് ഷോർട്ട് കട്ട്സ് എങ്ങനെയുണ്ട്? എന്നാ വില ഇതിന് വില 29 രൂപയാ പുതിയതിന്. നമ്മൾ പഴയ മേടിച്ചാ 17 രൂപയ്ക്ക്. 17 രൂപയ്ക്ക് 17 രൂപയ്ക്കല്ല 29 രൂപയ്ക്കാണ് ലാഭം തന്നെയാണ്. അടിപൊളി ലാഭമാണ്. ഇതിന്റെ സൗണ്ട് എഫക്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. പിന്നെ എഡിറ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ തന്നെ പറയണം. അല്ല, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. മറ്റേ ഫോണിൽ ചെയ്യുന്നതിനെക്കാട്ടൊക്കെ ഭയങ്കര സുഖമുണ്ട്. ആണല്ലേ? ഇതിന്റെ സൗണ്ട് മറ്റേ ഡോൾബി അറ്റ്മോസ് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പാട്ടൊന്നും കിട്ടിയില്ല. നല്ല ഡോൾബി അറ്റ്മോസിന്റെ പാട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ സൗണ്ട് എഫക്റ്റ് കുറച്ച് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴേ അടിപൊളി സാധനമാണ്. നല്ല എഫക്റ്റ് ആയിരുന്നു. പിന്നെ ശ്വാസം പറഞ്ഞ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഒരു 1 മണിക്കൂറല്ലേ ഇത് കാണാൻ പറഞ്ഞിട്ട്. 1 മണിക്കൂറായിട്ടുള്ള ഇത് പറഞ്ഞാൽ മതി. 1 മണിക്കൂർ നീ സൗണ്ട് എഫക്റ്റ് അടിപൊളിയാ, ഒന്നും പറയാനില്ല. കാരണം ഡോൾബി അറ്റ്മോസ് എങ്ങനെയാണോ അത് അതേപടി കിട്ടുന്നുണ്ട്. പിന്നെ ബാസൊക്കെ തരുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഊഫറൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ 4 ഇവിടെ ഒരു സ്പീക്കറുണ്ട്, ഇവിടെ ഒരു സ്പീക്കറുണ്ട്, 4 സ്പീക്കറുണ്ട്. 4 സ്പീക്കർ വെച്ച് ഇത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ വില നോക്കുക. അതിന് ഇപ്പൊ സെക്കൻഡ് കൂടെ അല്ലേ മേടിച്ചേക്കുന്നേ? ലാഭം. അത് വാറന്റി ഉണ്ടോ? വാറന്റി ഉണ്ട്, 4 മാസം കൊണ്ട്. 4 മാസം കൊണ്ട്. അപ്പൊ ഒന്നും പഠിക്കാനില്ല. അപ്പൊ എവിടെ പോയാ മേടിച്ചേ? ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള അതിന്റെ ഇതൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ആണല്ലേ? ഭയങ്കര ലാഭമാണ്. കാരണം വെച്ചാൽ പുള്ളി ഒരു ഡീസന്റ് കേസായിരുന്നു കേട്ടോ തന്നയാളെ. നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ ആയിരുന്നു പുള്ളിയെ കണ്ടപ്പോൾ തന്നെ. കാരണം അത്രയ്ക്ക് ഒരു ജെന്യൂനാ മനുഷ്യനാ. കാണുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഒരാളെ. സ്നാപ്ഡ്രാഗൺ 870 അടിപൊളിയാണ്. കാരണം സ്പീഡൊക്കെ ഉണ്ട്. നമുക്ക് ഈ കൈ മറ്റേ സ്ക്രീനിലിട്ട് നമുക്ക് നീക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സ്പീഡ്. എഡിറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം. അത് ഓക്കെയാ. ഞാൻ 2-3 വീഡിയോ ചെയ്തു. 4K ഔട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ 4K എല്ലാം കിട്ടും. ഇത് കൂടുതൽ ലാഭം ഒന്നും ഇല്ല. അടിപൊളി സാധനം അത്. ജയചാച്ചൻ വിളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാനിവിടെ എന്താ വിളിക്കുന്നത് പറഞ്ഞാൽ ജയചാച്ച പൈസ മറ്റേ പൈസ തന്നില്ലായിരുന്നോ? മേടിച്ചില്ലേ? ഓണായി കാണിച്ചടാ. ജയചാച്ചനെ കടം മേടിച്ചിട്ടാ മേടിച്ച്. ഇല്ല പവർ ഇവിടെ ഇനി കൊതൊന്നും പറ്റിയില്ല. ജയചാച്ചനെ അല്ല ഞാൻ പോക്കാം. അതല്ല അങ്ങനല്ല. ഇരിക്കട്ടെ. ഇത് മേടിക്കാൻ നേരത്തെ ജയചാച്ചൻ എന്നോട് ഞാൻ സെക്കൻഡ് മേടിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞേ സെക്കൻഡൊക്കെ ആകുമ്പോൾ ആരിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഇല്ലാതെ കൊടുക്കുമെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് ഇപ്പൊ 100% പറയണ്ട. ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഈ സാധനം ഫുൾ അപ്ഡേറ്റ് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഉപയോഗിച്ചിട്ടില്ല അതുപോലെ. എന്നാ എന്നാ എന്നാടി ഏത് അതിപ്പോ തുറക്കണ്ട. ഞാൻ വന്നിട്ട് തുറക്കാന്നേ. നീ അത് ദോശ ഉണ്ടാക്ക്. ബിസില് പോയി. അതിനെന്നാ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് പറ. പുതിയതുമായിട്ടുണ്ടല്ലോ. ഞാൻ പുതിയതുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. നമുക്ക് അതിന്റെ കൂടെ 1500 രൂപ വരുന്ന കവറാ. ഇതിന്റെ ഫ്രീ കിട്ടുന്നതല്ല. അതുപോലെ സ്ക്രീൻ കാർഡ്. ഇപ്പൊ എനിക്കൊരു സാധനമുണ്ട്. ഞാനത് വേറെ കടക്കാരനെ കൊണ്ട് വിറ്റ് നടാന്ന് പറഞ്ഞ് കൊടുക്കുക. എന്തെങ്കിലും ശരി നമ്മളുണ്ടല്ല കൊടുക്കുന്നത്. നമ്മളെന്നെ ഇതിലേക്ക് പിന്നെ കൊടുക്കേണ്ട കാര്യമുണ്ടല്ലോ. അതാ ഞാൻ കണക്കൂട്ടി. അങ്ങനല്ല. ഇത് പുള്ളി പുറത്തുള്ള എല്ലാവരും അങ്ങനല്ല വിൽക്കുന്നത്. ആൾക്കാരുടെ എന്നാ അങ്ങനെ കൂടുന്നില്ല.
ഉള്ളാണ് ഉള്ളച്ചിരിയാ. എന്നാ ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കാം, എടുക്കാം. പണി പോയാൽ തീർന്ന്. ഒരു ശ്യാമളം കാണുകയായിരുന്നു നോക്കാൻ. ശ്യാമളയും കാണിക്കാല്ലേ? ശ്യാമളയ്ക്ക് അവിടെ നിന്ന് മാസപ്പടി കിട്ടിയില്ല. ശ്യാമള എപ്പോഴേ ജയനെ ഉപേക്ഷിച്ച് വെച്ചാൽ മതി. എന്നാലും മുറിക്കില്ല. അതിന് അപ്പോഴല്ലേ അറിയത്തുള്ളൂ, ഇപ്പം അറിയത്തില്ല. നോക്കിക്കോണം. ചേച്ചി ഇപ്പോഴും ശേഖരിച്ചെടുക്കുക മാസപ്പടി എടുക്കാം. മാസപ്പടി കൊടുത്തില്ലേ ഉപേക്ഷിക്കുന്നില്ല. അപ്പൊ ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട. അപ്പോഴേ മേടിക്കും. ഈ മാസം കൊണ്ട് മേടിക്കും. അടുത്ത മാസം വരെ വെച്ചോണ്ടിരിക്കുകയാണ്. ഓ, ഞാൻ അവിടെ പയ്യന് കഥകളിയൊക്കെ നടത്തി. ഞാൻ അന്നേരം മാസപ്പടി ഉണ്ടാക്കാനുള്ള പണി നോക്കും. നിങ്ങൾ തർക്കിക്കരുത്. ആയിക്കോട്ടെ. മുണ്ടക്കയത്ത് മേടിച്ചിട്ട് പോകും. അവിടെ കടയ്ക്ക് വരിക്കും സാധനം മേടിക്കാനുള്ളത്. എനിക്ക് കാശില്ല, അവിടെ കട. പറ്റില്ല എല്ലാ ശമ്പളത്തിലും നിനക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ലേ? സമയം 9:16 ആണോ? 28-ലാണോ? മുക്കാലില് രഘുവിന്റെ കടയല്ലേ? ചെറുക്ക് എങ്ങോട്ടായി പോന്നെ? അവൻ വീട്ടിലോട്ട് ഭിത്തിയിലാണോ പോയത്? പോയി. അവൻ വീട്ടിലോട്ട്. അത് മനസ്സിലായി. ചമ്മന്തി അതിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കത്തും, തന്നെ കത്തും. 2 സ്റ്റെപ്പ് ഉണ്ടോ? ഇത്രേ ഉള്ളൂ. അവനോട് കൊടുത്താണ് ഓർക്കല്ലേ? ചോറുണ്ടിട്ട് ഉണ്ണതിന് മുമ്പ് പാടില്ല. അപ്പൊ കാര്യം